KSRTCയിലെ പ്രിയപ്പെട്ട മെക്കാനിക്കൽ ജീവനക്കാരോടുള്ള ഒരു ചെറിയ അഭ്യർത്ഥനയാണ്. നമ്മുടെ വണ്ടികൾക്ക് ധാരാളം വണ്ടികൾക്ക് എയർ ലീക്ക് ഉണ്ടായിരുന്നു. അതുപോലെ വയറിങ്ങിന് തകരാറുണ്ട്. നമ്മൾ കാണുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ വണ്ടിക്ക് തീ പിടിച്ചു, KSRTC ബസ്സിൽ നിന്ന് പുക വന്നു എന്നൊക്കെ പറയുന്നത് ഒരു മെയിൻ്റനൻസിൻ്റെ കുറവ് തന്നെയാണ് എന്ന് നമുക്കറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതൊരു യാഥാർത്ഥ്യമാണ്, ജനങ്ങൾക്കും അറിയാം. അപ്പോൾ അത്തരത്തിലൊരു കുറവ് വരാൻ പാടില്ല. നമ്മൾ ഈ സെൻട്രലൈസ്ഡ് വർക്ക്ഷോപ്പ് സംവിധാനം എല്ലാം മാറ്റി എല്ലാ സ്ഥലത്തേക്കും നിങ്ങളെ വർക്ക്ഷോപ്പിൽ സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏത് വണ്ടി വന്നാലും ഇത് കൃത്യമായി ഡ്രൈവറുമായി സംസാരിച്ച് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കി ആ തകരാറ് നിർബന്ധമായും പരിഹരിക്കണം. അത് കുറച്ച് സമയം എടുക്കുന്നതാണെങ്കിൽ അതുപോലെ സമയം എടുക്കുക. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യപിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഡ്യൂട്ടിക്ക് വരരുത്. അതിൽ യാതൊരു എക്സ്ക്യൂസുമില്ല. അത് അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. എല്ലാവരും KSRTCയിലെ മുഴുവൻ സ്ത്രീകൾ ഒഴിച്ചുള്ള എല്ലാ ജീവനക്കാരും വരുന്ന ആളുകളിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് വിധേയമാകും. അപ്പോൾ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. നിങ്ങൾ ഡ്യൂട്ടിക്ക് വരുന്നതിന് നിങ്ങൾ മദ്യപിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഡ്യൂട്ടിക്ക് വരുന്നതിന് മുമ്പ് ചെയ്തോളൂ. പക്ഷേ അവിടെ വരുമ്പോൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു സശ്രദ്ധ കാണിച്ചാൽ അത് ഒരുപാട് പേരുടെ ജീവൻ അപകടപ്പെടുത്തും. ഒരു ഡ്രൈവർക്ക് തുല്യമായ കൺട്രോളിന് നിങ്ങളുടെ കയ്യിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏതാണ്ട് 3000-ഓളം വണ്ടികളിൽ എയർ ലീക്ക് ഉണ്ടായിരുന്നു. ആ എയർ ലീക്ക് മുഴുവൻ നമ്മളിപ്പോൾ പരിഹരിച്ചു. ബ്രേക്കിൻ്റെ എയർ ലീക്ക് ചെയ്ത് പോകുന്ന എന്ത് അപകടമാണെന്ന് ആലോചിക്കണം. അതേസമയം നമ്മുടെ ഡോറിൽ വരുന്ന എയർ ലീക്കും ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് മെക്കാനിക്സിന് കഴിഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ അതിന് നേതൃത്വം കൊടുക്കുന്ന എഞ്ചിനീയർമാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പണി, പ്രത്യേകിച്ച് വയറിങ്, പിന്നെ ഈ ഉരുളുന്ന കറങ്ങുന്ന എല്ലാ സാധനങ്ങളും, അത് റേഡിയേറ്റർ ഫാൻ മുതൽ ഇങ്ങോട്ട് വീലും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു തകരാറ് കണ്ടാൽ നിങ്ങൾ വണ്ടി അകത്ത് കയറുക. ട്രിപ്പ് മുടങ്ങിയാൽ വണ്ടി അകത്തിട്ട് പണിതിട്ട് പെർഫെക്റ്റ് ചെയ്തിട്ട് ഇറക്കിയാൽ മതി. അതിലൊന്നും നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല, പഴിക്കില്ല. പക്ഷെ പണിയുന്ന ജോലി വളരെ കൃത്യമായി ചെയ്യണം. അതിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല. നിങ്ങളുടെ കയ്യിലാണ് ഈ വാഹനത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ജീവിതം ഇരിക്കുന്നത്. നിർബന്ധമായും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സുമായി സംസാരിക്കണം. അവരിൽ നിന്നൊരു നിർദ്ദേശം, അവർ പറഞ്ഞ് ഇന്ന തകരാറുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. ആ തകരാറ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം, ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ബ്രേക്ക്, വയറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാ വണ്ടികളിലും ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ വയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും വയറിങ് വളരെ ശ്രദ്ധിക്കണം. അത് കൃത്യമായി ചെയ്തു കൊടുക്കണം. മാത്രമല്ല കൃത്യമായ സമയത്ത് വണ്ടി ഇറക്കണം. അത് സർവീസിങ്ങിന് മാത്രമല്ല, നമ്മൾ ടെസ്റ്റിന് വേണ്ടി തയ്യാറാക്കുന്ന വണ്ടികളും എല്ലാം മെയിൻ വർക്ക്ഷോപ്പുകളിൽ എടുക്കുക. അതുപോലെ ഈ വണ്ടികളിൽ ബോഡി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും ഒരു തകിടെടുത്ത് വെച്ച് റിവെറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു കളറ്, ഇപ്പം സൂപ്പർ ഫാസ്റ്റ് എടുത്തിട്ട് അതിന് പുറത്തേക്ക് ഏതെങ്കിലും ഒരു പഴയ തകിടെടുത്ത് അടിച്ചു വയ്ക്കുക, അതൊന്നും ചെയ്യരുത്. വൃത്തിയായിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം. നമ്മുടെ വണ്ടികൾ എല്ലാം ഇപ്പം ലൈറ്റ്നിങ് എക്സ്പ്രസ് എല്ലാം നമ്മൾ ഒന്ന് നവീകരിച്ചു തുടങ്ങി. അതിനൊരു ഓരോ വണ്ടിയായിട്ട് അകത്ത് കയറ്റി ഇങ്ങനെ നവീകരിക്കുകയാണ്, തിരുവനന്തപുരത്തും കോഴിക്കോടുമായിട്ട്. അതുപോലെ ഈ ഡീലക്സ് ബസ്സുകളും മറ്റ് ബസ്സുകളെല്ലാം നമുക്കൊന്ന് ഘട്ടം ഘട്ടമായി നല്ല വൃത്തിയാക്കണം, നല്ല സ്റ്റൈലാക്കണം, പുതിയതുപോലെ ആക്കണം. ആക്കിയിട്ട് നമ്മൾ ജനങ്ങളെ കുറച്ചുകൂടി യാത്രക്കാർക്ക് നല്ല സൗകര്യം വരുമ്പോൾ മെക്കാനിക്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നവീകരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലൈറ്റ്നിങ് ബസ്സുകൾ നവീകരിച്ച് ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെക്കാനിക്സ് വളരെ മിടുക്കരാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. അവർ തന്നെ മൂന്നാറിന് വേണ്ടി ഒരു ബസ്, ഒരു ഡബിൾ ഡെക്കർ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡബിൾ ഡെക്കർ വരുമ്പോൾ KSRTC മെക്കാനിക്കുകൾ, അവരുടെ എഞ്ചിനീയർമാരും അവരുടെ മിടുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇന്ത്യയിലും ലോകത്തും കാണാത്ത ഒരു ഡബിൾ ഡെക്കർ KSRTC നമ്മുടെ എഞ്ചിനീയർമാരും നമ്മുടെ മെക്കാനിക്കുകളും തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പണിതിറക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മിടുക്കിൽ ഒരു സംശയവും നമുക്കില്ല. പക്ഷേ ശ്രദ്ധയോടെ ചെയ്യണം. നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ ജീവിതം ഇരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നെ കേൾക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിച്ചതിന് ഞാൻ ഈ നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത് പാലിക്കുക. നിങ്ങളെന്നെ കേൾക്കാൻ കാണിച്ച നല്ല മനസ്സിന് നിങ്ങളോട് ഞാൻ